ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഇങ്ങനെ സദ്യയൊക്കെയാണ് ഓർമ്മ വരിക. എനിക്ക് കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് സാമ്പാർ. സാമ്പാർ എന്തായാലും മസ്റ്റാണല്ലോ. കുറേ ഐറ്റംസ് നമുക്കൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് എല്ലാം റെഡിയാവും വേണം, എന്നാൽ ടേസ്റ്റ് ആവും വേണം. അപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് റെഡിയാവും ചെയ്യുക, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടത് മുരിങ്ങക്കായും വെണ്ടയ്ക്കയും സവാളയും തക്കാളി കിഴങ്ങ് കുമ്പളങ്ങ ഇത്രയായിട്ടോ നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ പരിപ്പൊന്ന് വേവിക്കണം. പരിപ്പ് കഴുകിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കായവും ഇട്ടിട്ടാട്ടോ നമ്മൾ വേവിക്കുന്നത്. ഒരു 2-3 വിസിലൊക്കെ ആകുമ്പോഴേക്കും നമ്മളെ പരിപ്പ് വെന്ത് കിട്ടും. ഇനി നമുക്ക് സാമ്പാറൊക്കെ ഒരു അരപ്പ് തയ്യാറാക്കി വെക്കാം കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവയിട്ട് പൊട്ടിക്കാം. എന്നിട്ട് അതിലേക്ക് ചെറുള്ളിയും കറിവേപ്പിലയും തേങ്ങയും കൂടെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് ചോന്ന് വരുന്ന വരെ മൂപ്പിച്ചെടുക്കാം. ഞാൻ തേങ്ങ 2 സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക അല്ലെങ്കിൽ ഉടഞ്ഞു പോവും പെട്ടെന്ന്, അപ്പോൾ ഒന്ന് വഴറ്റി കൊടുത്താൽ നല്ലതാണ്. ഇതൊക്കെ റെഡിയാക്കി കഴിയുമ്പോഴേക്കും നമ്മളെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി പരിപ്പൊക്കെ വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പ് വേകുമ്പോൾ ഇട്ട് കൊടുത്തോണ്ട് പിന്നെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിലേക്ക് പുളിവെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു വിസിൽ വരുന്ന വരെ കൂക്കിക്കാം. പച്ചക്കറിയും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സാമ്പാറിൻ്റെ പാകത്തിന് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് പാകാക്കി കൊടുത്ത് അവസാനം കുറച്ച് കായവും സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി സാമ്പാറിനൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ സാമ്പാർ റെഡിയായി. ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മളെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് സാമ്പാറിനൊരു കിട്ടില്ല മണമൊക്കെ വരാണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത ഓണം വിഭവമായി കാണാം. ടാറ്റാ ബൈ, സീ യു.